കോലാഹലബഹുലമായ CPM സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണു. ഇനി അങ്ങോട്ട് അതൃപ്തിക്കാലം. സഖാവ് P ജയരാജൻ മുതൽ സഖാവ് പത്മകുമാർ വരെ ആകെ പണക്കത്തിലാണ്. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സഖാക്കൾ അസ്വസ്ഥത. CPM സംസ്ഥാന സമ്മേളനം അവസാനിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് എന്തായിരുന്നു? ചെങ്കടലായിരുന്നില്ലേ? ചെങ്കടല്. LDF മൂന്നാമത് ഇവിടെ ഭരണത്തിൽ വരുന്ന നോക്കിയിരുന്നു എന്ന് പറഞ്ഞ് പുച്ഛം വാരി വിതറിയവരൊക്കെ ചെങ്കടല് കണ്ട് കണ്ണും വീഴ്ചിരുന്നു എന്നുള്ളതാണ് സത്യം. സംഭവം പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ അകത്ത് അത്ര വലിയ രസമില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീറി പുകയുന്ന മനസ്സില എത്ര പേരുണ്ടെന്ന് ആ കൂട്ടത്തില്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം. ഇനി ആര് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടുറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ്. ഇതാരിത്? എവിടെയായിരുന്നു? സമ്മേളനം തുടങ്ങിയിട്ട് 2 ദിവസം കണ്ടില്ലല്ലോ, എവിടെ പോയി? 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു. ഓ ഐ സി, പറഞ്ഞിട്ടാണോ പോയത്? എന്നിട്ടെന്താ ഗോവിന്ദമാഷ് അങ്ങനെ പറഞ്ഞത്? കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോ നമ്മൾ അവിടുത്തെ MLA എന്തായാലും ചോദിക്കില്ലേ? അത് ചോദിച്ചപ്പോഴത്തേക്കും ഗോവിന്ദമാഷ് ആകെ കലിപ്പായിന്നേ. അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഏക ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങളുടെ ആടെ പോയി, രണ്ടാമത്തെ ആളവിടെ പോയി, 4ാമത് കുഞ്ഞിരാമനോടെയാ പോയത്, നാരായണോടെയാ പോയി. MLA കാണുന്നില്ല, നോക്കിയാൽ മതി എവിടെയായിരുന്നു. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാധനമല്ലേ ഉള്ളൂ. മുകേഷ് ഏട്ടൻ പറഞ്ഞിട്ടാണ് പോയെന്നാണല്ലോ മുകേഷ് ഏട്ടൻ തന്നെ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ചൂടാവണത് ശരിയാണോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുള്ളി മുങ്ങിയതൊന്നല്ല അല്ലേ മുകേഷ് ഏട്ടാ? പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രയേ ഉള്ളു. ഓഹോ, നിന്ന് വേർക്കണ്ട ചെല്ല്. സൈലൻസ്. ഗോവിന്ദമാഷ് അവിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാണ്. അതിലൊന്നും ഉൾപ്പെടാൻ വേണ്ടി എത്ര പേരാണോ അവിടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത്. പിണറായി വിജയൻ, MP ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, BN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, ഉത്തരത്ത് ദിനേശൻ, MP ജയരാജൻ, CN മോഹനൻ. കഴിഞ്ഞ ഇത് പ്രശ്നവും മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. അയ്യോ, പത്മകുമാറായിട്ട് പോവല്ലേ? ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും മൂപ്പര് പൊതുസമ്മേളനത്തിനൊന്നും കാത്തു കണ്ട അപ്പന്നെ വണ്ടി കയറി പോണ വഴിക്ക് ആ കലിപ്പില് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും. ചതി, വഞ്ചന, അപഹേളനം. 52 വർഷത്തെ ബാക്കി പത്രം ലൽസലാം. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് ഒരാളിനെ തീരുമാനിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്നാണ് കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തെ എൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തായാലും ഇതൊന്നും തുറന്നു പറയാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ മൂപ്പര് രണ്ടും കൽപ്പിച്ചാണ്. പുള്ളി ആരെ കുറിച്ച് പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? വീണ ജോർജിന്റെ സ്ഥിരം ക്ഷണിതാവാക്കിയത് മൂപ്പർക്ക് തീരെ പിടിച്ചിട്ടില്ല, അത്ര തന്നെ. എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ശരി, ഇത്ര വിശദമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ പാർട്ടിക്കാരോട് മാത്രം മൂപ്പരൊന്നും പറഞ്ഞില്ലേ? നിങ്ങളോരൊന്നും പറഞ്ഞില്ലെങ്കിലും നാട്ടുകാരോട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മൂപ്പര് മനസ്സോർന്നുണ്ട്. ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്ത ഒരാളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ക്ഷണിക്കാൻ തീരുമാനിക്കുകയാണ്. അതിൽ ഇപ്പം ഒരുപാട് പേർക്ക് പ്രയാസം ഉണ്ടാകും. ഞാനിതിങ്ങനെ ഒരാൾ വേണമല്ലോ, ഒരു തുറന്നു പറയാനൊരു ആൾ വേണം എന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തോരം പേർക്ക് അതൃപ്തി ഉണ്ടെന്നോ? ഞാനൊരാളെങ്കിലും ഇതൊക്കെ തുറന്നു പറയണ്ടേ? അതൃപ്തി ഉണ്ടാവുമല്ലോ. P ജയരാജൻ, മേഴ്സിക്കുട്ടിയമ്മ, അങ്ങനെ പല വമ്പന്മാരെ ഒഴിവാക്കിയതല്ലേ. പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിൽ ഒതുങ്ങിയത് മാത്രമല്ല കൊടുത്തത്, കൊക്കിൽ ഒതുങ്ങാത്തതും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊക്കിൽ ഒതുങ്ങാത്തത് തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ചു ഞാൻ പല കാരണങ്ങളാണ്. കാരണം ഇത് പാർട്ടിയോട് നീതി ചെയ്യണ്ടേ. പത്മകുമാറേട്ടാ, തിരുപ്പതി ആയല്ലോ. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. ലോക്കൽ കമ്മിറ്റിയുടെ അപ്പുറത്തേക്ക് വളരാൻ നിങ്ങളായിട്ടില്ല കേട്ടോ. അതാവുമ്പോ പറയാന്നാണ് ബാലൻ സഖാവ് പറയുന്നത്. എൻ്റെ 52 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തെക്കാൾ വലുതാണ് അവരുടെ 9 വർഷക്കാലത്തെ പ്രവർത്തനം. അദ്ദേഹം 52 കൊല്ലം പഠിച്ചപ്പോൾ അദ്ദേഹം ചെന്നത് വെറും 4ാം ക്ലാസ് വരെ എന്നുള്ളൂ. വീണ ജോർജ് 9 കൊല്ലം പഠിച്ചു. ആ 9 കൊല്ലം ഓരോ ക്ലാസ്സിലും ജയിച്ച് അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ ചെന്നു.
ചുരുക്കി പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പത്മകുമാരേട്ടന് ഒരു കഴിവില്ലെന്നാണ് എല്ലാരും പറഞ്ഞു വരുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? ഇപ്പോൾ പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. കാരണം പാർട്ടി അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട്. മനുഷ്യനാകുമ്പം വികാര വിചാരങ്ങളൊക്കെ ഇല്ലെന്ന്, അല്ലെങ്കിൽ നമ്മൾ മൃഗമായി പോവില്ലേ? ആ വികാര വിചാരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഐക്യത്തോടെ CPM സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയെന്ന് പറയുന്നവരുടെ തൊട്ടപ്പുറത്ത് നിന്ന് പത്മകുമാരേട്ടന്റെ ഉള്ളു കിടന്ന് എറിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ, ഇതൊക്കെ ഇത്ര വലിയ സീരിയസ് ആക്കേണ്ടതുണ്ടോന്ന്. എന്നാ അടുത്ത ഒറ്റപ്പെട്ട സംഭവം പറയാം. ഒരച്ഛന്റെ നാവായി മാറിയ മകന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച്. സഖാവ് P ജയരാജന്റെ മോന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഒരച്ഛന്റെ രോദനാണ് മോന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കണ്ടത്. സംസ്ഥാന നേതൃത്വത്തില് കണ്ണൂർ ലോബി എല്ലാവരും ഇടം പിടിച്ചപ്പോ P ജനെ മാത്രം നൈസായിട്ട് ഒഴിവാക്കി. മൂപ്പരെ ഇത്തവണ ഒഴിവാക്കണമെങ്കിൽ ഇനിയിപ്പോ അതിൽ ഇടേണ്ടി വരില്ലല്ലോ. അല്ല, കോംറേഡ്സിന്റെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം പുള്ളിക്ക് 72 വയസ്സായല്ലോ. അപ്പൊ പിന്നെ ഇനി അടുത്തത് ഇടയാൻ പറ്റില്ലല്ലോ. അതായത് P ജയരാജന് ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടാവില്ല എന്ന് സാരം. PG ആർമി അസ്വസ്ഥമാണ് ഗൈസ്. പാർട്ടിയെ നേരെ നടത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PG ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പിന്നെ എന്തിനാണ് ഗൈസ്? സോഷ്യൽ മീഡിയ നിന്ന് കത്താണ്. കണ്ണൂരിൻ താരകമെടുനായകനല്ലോ, തെമ്മണ്ണിൻ മാനം കാക്കും നരത് കാക്കും നേരുള്ളൊരു ധീരസഖാവ്. ആക്ച്വലി PG ആർമിയുടെ ഈ ഒരു വല്ലാത്ത സ്നേഹമാണ് മൂപ്പര് ഈ ഗതിയിലാക്കിയത് എന്നുള്ളതാണ് വേറെ സത്യം. ഏയ്, ഇരട്ടച്ചങ്കനില്ലാത്ത ഒരു ഫാൻ ബേസും ഇവിടെ വേറെ ഒരാൾക്കും വേണ്ടട്ടാ. ഉണ്ടെങ്കിൽ ഇതുപോലെ വെട്ടി ഒതുക്കി നിലംപരിശാക്കി കളയും. ഇമാതിരി അതൃപ്തി വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്. അയാളോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ദ അതൃപ്തി സ്പെഷ്യലിസ്റ്റ് G സുധാകരൻ. പുള്ളിയുടെ കുറച്ച് മാസ് ഡയലോഗ് ഓൺ ദ വേ ആണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും ഒന്നും ഇടം പിടിക്കാത്തവര് ആകെ അസ്വസ്ഥരാണ്. അവർ ഇതുവരെ കാണാത്ത രീതിയിൽ അവരുടെ അതൃപ്തി ഇങ്ങനെ പ്രകടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റസ് ഇട്ടും പോസ്റ്റ് ഇട്ടും പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടൊക്കെ അവരുടെ അതൃപ്തി പ്രകടാക്കുന്നു. അപ്പൊ ചിലവര് പറയുന്നത്, അതായത് പാർട്ടിക്കകത്തെ വേറെ ചിലവര് പറയുന്നത് അവർക്ക് സ്ഥാനം കിട്ടാത്തതിനുള്ള ചൊരുക്കാണെന്ന്. എന്തായിരിക്കും സംഭവം? സുധാകരൻ സഖാവിന് എന്താ തോന്നണത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് അതൃപ്തി പറയുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരുടെ അഭിപ്രായം പറയുന്നു. സുധാകരൻ സഖാവിന് ആ വിഷമം കൃത്യമായിട്ട് മനസ്സിലാവും. അനുഭവങ്ങൾ പാഴ്ചകൾ എന്നാണല്ലോ. അങ്ങനെ എന്തോരം പാഴ്ച പറ്റി മനുഷ്യനാണ് ആയിരിക്കുന്നത്. പ്രായപരിധിയുടെ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് ഇങ്ങനെ തരിച്ചു വരും. പിന്നല്ലാണ്ട് പ്രായപരിധി ആവണേലും മുന്നേ തന്നെ പുള്ളിനെ പ്രായമാക്കി കളഞ്ഞില്ലേ? അല്ല, അതൊന്നും ഗോവിന്ദൻ പറഞ്ഞത് നടപ്പിലാക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പാർട്ടിയായിട്ട് അകന്നല്ലല്ലോ കഴിയുന്നത്. നേതൃനിരയിൽ ഒഴിവാക്കിയിരിക്കുകയല്ലേ, ഞാനില്ലല്ലോ. യുവത്വത്തിന് വഴിമാറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രായപരിധിയുടെ കാര്യം ഇപ്പൊ ഇങ്ങനെ കർശനാക്കണെന്നാണ് അതിന് പറയുന്നത്. മാനദണ്ഡം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പരിധി ആയില്ല എനിക്ക്. ഞാൻ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ഒടിയിലേക്ക് കൊടുത്ത് ഞാൻ അപ്പോഴേ ഒഴിഞ്ഞു. ഒരു നിമിഷം പോലും അള്ളിപ്പിടിച്ചിരുന്നില്ല. പലരും പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ പലയിടത്തും. എല്ലാവർക്കും അറിയാമല്ലോ, പ്രായം മറച്ചു വെച്ച് പലരും ഇരിക്കുന്നുണ്ട് പലയിടത്തും ഇപ്പോഴും. നമ്മളെയാണല്ലോ മച്ചമ്പി. പത്മകുമാറിന് 52 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പോലെ തന്നെ സുധാകരൻ സഖാവിന് എന്തോരം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് മൂപ്പര് എന്നെ കറിവേപ്പിലാക്കിയതാണ്. പുള്ളിയോട് ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? ചെണ്ട ചെന്ന് മദ്ദളത്തിനോട് വിഷമം പറയണ പോലെ ആവില്ലേ അത്? അതെ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് വലിയ ഘടകമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മാറ്റിയത്, അറിയാതല്ലല്ലോ മാറ്റിയത്. ഇപ്പോൾ കുറേ പേര് മാറിയില്ല. അതിൽ 1-2 മാസം കഴിഞ്ഞ് 75 വയസ്സാകുന്നവരുണ്ടല്ലോ പണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രായപരിധി കഴിഞ്ഞ് പിന്നെ 3 വർഷം കിട്ടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്ത് പറയും? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇനി എന്താ 2025-28 നടക്കും. അപ്പൊ അവർക്ക് 78 വയസ്സ് വരെ കിട്ടുമല്ലോ. അതെങ്ങനെ? അതിനെപ്പറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്ന് 75 വയസ്സാവുന്നു അന്ന് ഒഴിയണം. ഇമാതിരി അഭിപ്രായം പറയുന്നോണ്ടാണ് പാർട്ടി നിങ്ങളെ മുന്നേ സൈഡാക്കിയെന്ന് മനസ്സിലായില്ലേ? പാർട്ടി എന്ത് പറയുന്നു അതാണ് വേദവാക്യം. അതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്ക് പുറത്ത്. അതാണ് അന്നും ഇന്നും എന്നുമുള്ള പാർട്ടിയുടെ ട്രെൻഡ് എന്ന് അറിയില്ലേ സഖാക്കളെ?